ഹായ്, എൻ്റെ പേര് വിനിത. എൻ്റെ വീട് നെയ്യാറ്റിൻകരയാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എനിക്കൊരു 1 ഇയറിന് മുന്നേ അണ്ടർ പിഗ്മെന്റേഷന്റെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു സ്കിന്നിൽ. ഈ ഒരു 2 ഷെയ്ഡും എനിക്ക് ഭയങ്കര ബ്ലാക്കിഷ് ആയിട്ട്, ബ്ലാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എനിക്ക് അറിയാൻ പറ്റും. എന്റെ സ്കിന്നിന്റെ ഇതിൽ വെച്ചിട്ടാവുമ്പോൾ അത് ഭയങ്കരമായിട്ട് എടുത്തറിയാൻ പറ്റും. അപ്പോൾ ഒത്തിരി പേര് എൻ്റെ കൂടെ, ഞാൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്, പിന്നെ മോഡലിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഷൂട്ടൊക്കെ പോകുമ്പോഴത്തേക്കും എനിക്കത് കവറപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണെങ്കിലും എല്ലാവരും ചോദിക്കും എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പം അങ്ങനെ ചോദിച്ച് എനിക്ക് അത്യാവശ്യം ഒരു ഡിപ്രഷൻ മൈൻഡിൽ വരെ എനിക്ക് എത്തിയായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രത്തൊക്കെ ട്രീറ്റ്മെന്റ് എടുത്തു, ബെറ്റർ ആയില്ല. പിന്നെ എനിക്ക് ഒരു ലേസർ ട്രീറ്റ്മെന്റ് എടുത്ത സമയത്ത് ഞാൻ കൊച്ചിയിലും പോയി ട്രീറ്റ്മെന്റ് എടുത്തായിരുന്നു. അതിലും എനിക്ക് വേറെ ബെറ്റർ ആയിട്ടൊന്നും തോന്നിയില്ല. അങ്ങനെ ഒരു സൊല്യൂഷനായിട്ട് എനിക്ക് കിട്ടിയില്ലായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരിയോട് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളിക്കാരി എനിക്ക് സജസ്റ്റ് ചെയ്തതാണ് ഡേം കെയർ കളിയിക്കവിളയിലാണ്, നീ ഒന്ന് ജസ്റ്റ് പോയി കൺസൾട്ട് ചെയ്ത് നോക്ക്, അപ്പൊ നിനക്കൊരു സൊല്യൂഷൻ കിട്ടും എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ ശരി, എന്നാൽ ഞാൻ പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ അപ്പോയിന്റ്മെന്റ് എടുത്തു. ഞാൻ ഫസ്റ്റ് പോകുന്നു. പോയപ്പോഴത്തേക്കും നമ്മുടെ സരിത ഡോക്ടറിനെയാണ് ഫസ്റ്റ് കാണുന്നത്. കണ്ട ഉടനെ തന്നെ പുള്ളിക്കാരി എന്നോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചു. ഓക്കെ, നമുക്കിത് റെഡിയാക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല, ടെൻഷനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു. അന്ന് തന്നെ എനിക്ക് ഭയങ്കര റിസൾട്ട് ആയിരുന്നു. കാരണം എനിക്ക് ആ ഒരു ഈ 2 പോയിന്റിലും എനിക്ക് ഫുൾ ബ്ലാക്ക് ആയിരുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ലൈൻ പോലെ ഇങ്ങനെ ബ്ലാക്ക് ഷർട്ടാണ് ഇരുന്നത്. അപ്പോൾ ഞാൻ പറ്റുമെങ്കിൽ ആ ഫോട്ടോ ഞാൻ ഇതിന്റെ ലാസ്റ്റ് എൻഡിൽ ഞാൻ ആഡ് ചെയ്യാം. അങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് എനിക്കത് ഭയങ്കര റിക്കവർ ആയിരുന്നു. പിന്നെ ഞാൻ 2-3 സെക്ഷൻ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര എഫക്റ്റ് ആണ്, നല്ല മാറ്റം ഉണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ അവരുടെ പ്രോഡക്റ്റ് തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം അവരുടെ ഒരു കുറച്ച് ജെല്ലുണ്ട്, അലോവേര ജെല്ലുണ്ട്, ഓയിലുണ്ട്, പിന്നെ അവര് തന്നെ ഉണ്ടാക്കുന്ന ഒരു ലിപ്സ്റ്റിക് ഉണ്ട്, അത് ലിപ് ബാം ഉണ്ട്. ലിപ്സ്റ്റിക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പിള്ളേർക്ക്, അതായത് എന്റെ മോൾ ഉൾപ്പെടെ ആ ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത്. വേറെ ഒരു സൈഡ് എഫക്ട്സോ ഒന്നുമില്ല. അത് അത്രയും നമുക്ക് ട്രസ്റ്റ് ആയിട്ട് പിള്ളേർക്ക് ഇട്ട് കൊടുക്കാം. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നതും ഒരുങ്ങുന്നതൊക്കെ. അപ്പോൾ അവരും അതുണ്ട്, നമുക്കും ഇടാം. ഞാനിപ്പോ ഇട്ടിരിക്കുന്ന ഷെയ്ഡും അവിടെ നിന്നുള്ളത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഒക്കെയാണ്. നമ്മള് ഷോപ്പിൽ പോയി വാങ്ങിച്ച് നമുക്ക് കെമിക്കലൊക്കെ ഇടുന്നതിനെക്കാട്ടിലും ബെറ്റർ ആണ് നമുക്ക് ഇതൊക്കെ ഇടുന്നത്. ഞാനിപ്പം ഇത് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല പ്രോഡക്ട്സ് ആണ്, അവരുടെ പ്രോഡക്ട്സ് ഒക്കെ അടിപൊളിയാണ്, ഭയങ്കര റിസൾട്ട് ഉള്ളതാണ്. അവരുടെ എല്ലാ ഫേസ് പാക്ക് ആണെങ്കിലും ഫേസ് വാഷ് ആണെങ്കിലും ക്രീംസ് ആണെങ്കിലും ഓയിൽസ് ആണെങ്കിലും ഒക്കെ നല്ല റിസൾട്ടാണ്, പക്ക റിസൾട്ട് ഉള്ള ഐറ്റംസ് ആണ്. അപ്പോ അവരുടെ 1 ഇയർ ആയി. കൺഗ്രാറ്റ്സ് ഡേം കെയർ സരിത ഡോക്ടറിനും അവരുടെ ക്രൂവിനും ഒക്കെ ഒത്തിരി 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 ആശംസകൾ നേരുന്നു. പിന്നെന്താ, ഇനിയും ഒത്തിരി 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 കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റട്ടെ. കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു, ഇന്നത് കൊണ്ടുവരുമെന്ന്. അതൊക്കെ ചെയ്യണം. ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. നിങ്ങൾക്ക് അത്രയ്ക്ക് ട്രസ്റ്റ് ആണ് അവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിൽ. കാരണം നമുക്ക് വേറെ സൈഡ് എഫക്റ്റ് ഇല്ല എന്നൊരു ഉറപ്പുണ്ട്. അതുകൊണ്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുക. ഞങ്ങൾ സപ്പോർട്ട് ഉണ്ടാവും. താങ്ക് യു സോ മച്ച്.